നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലെ SCERT ബേസിക് സയൻസ് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ലെസണാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയൊക്കെ ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞ് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ലെസൻ്റെ പേരാണ് പ്രാണവായുവും ജീവരക്തവും. എന്താണ് ഉച്ഛ്വാസവും നിശ്വാസവും? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും എന്താണ്? അതായത് വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉച്ഛ്വാസം എന്ന് വിളിക്കാം. എന്താണ്? വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം. വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം ഏതാണ്? നിശ്വാസം. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ശ്വാസോച്ഛ്വാസം. എന്താണ്? വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം, വായു പുറത്ത് വിടുന്ന പ്രവർത്തനം നിശ്വാസം. ഇത് രണ്ടും കൂടി ചേരുന്നത് ഏതാണ്? ശ്വാസോച്ഛ്വാസം. നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ വാരിയെല്ലിൻ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. എന്താണ്? നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അതുപോലെ തന്നെ അകത്തേക്ക് എടുക്കുമ്പോഴും നമ്മുടെ വാരിയെല്ലിൻ കൂട് എന്ത് ചെയ്യും? ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ് മനുഷ്യൻ്റെ ശ്വസനാവയവം? മുഖ്യ ശ്വസനാവയവം ഏതാണ്? ഒരു ജോഡി ശ്വാസകോശങ്ങളാണ് മനുഷ്യൻ്റെ മുഖ്യ ശ്വസനാവയവം. എന്താണ്? ഒരു ജോഡി ശ്വാസകോശങ്ങൾ. എവിടെയാണ് നമ്മുടെ ഈ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്? ഔരാശയത്തിൻ വാരിയെല്ലിൻ കൂടിനുള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ എങ്ങനെയാണെന്ന്. നാസാദ്വാരം, അതായത് നമ്മുടെ നോസ്ട്രിൽസ്. പിന്നെയോ നേരെ താഴേക്ക് വരുമ്പോൾ ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം, ലങ്സ്. ഓക്കെ, ഏതൊക്കെയാണ് അതിൻ്റെ പാത്ത്? എങ്ങനെയാണ്? നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ശ്വാസകോശത്തിൻ്റെ ഘടനയാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഏതൊക്കെയാണ് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ? മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ഏതൊക്കെയാണ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ? നമ്മുടെ മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ഇനി ശ്വസനം നടക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട്? ശ്വാസകോശം വികസിക്കുമ്പോൾ വായു അകത്തേക്ക് കിടക്കുന്നത്. ശ്വാസകോശം സങ്കോചിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വായു പുറത്തേക്ക് പോകുന്നു, അല്ലേ? ശ്വാസകോശം വികസിക്കുമ്പോഴാണ് വായു അകത്തേക്ക് കിടക്കുന്നത്. ശ്വാസകോശം സങ്കോചിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വായു പുറത്തേക്ക് പോകുന്നു. ഇനി ശ്വാസകോശങ്ങളുടെ പ്രത്യേകത എന്താണ്? ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് മാംസപേശികൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും വികസിക്കുകയും സങ്കോചിക്കുകയൊക്കെ ചെയ്യുന്നത്? അതായത് ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസത്തിന് സഹായകമായ ചില സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അത് എങ്ങനെയാണ്? ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാകുന്നു. എങ്ങനെയാണ് ശ്വാസകോശങ്ങൾക്ക് വികസിക്കാനും സങ്കോചിക്കാനും കഴിയുന്നത്? അതായത് ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് സാധ്യമാകുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ശ്വസന പ്രക്രിയ മനുഷ്യരിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളൊരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഉച്ഛ്വാസം. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഔരസാശയത്തിൻ്റെ വായുമർദ്ദം പിന്നീട് കുറയുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി പുറത്തേക്ക് പോകുമ്പോഴോ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു കോളത്തിലേക്ക് നോക്കിക്കേ. അതായത് ഉച്ഛ്വാസവായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ അളവ് എത്രയാണ്? 21%. കാർബൺ ഡയോക്സൈഡ് 0.04, നൈട്രജൻ 78%, ജലബാഷ്പം 0.96. ഇനി നിശ്വാസവായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഓക്സിജൻ്റെ കണ്ടന്റ് എത്രയാണ്? 15%. കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്, 4%. നൈട്രജൻ 78%, ജലബാഷ്പം 3%. എന്താണ് ചുണ്ണാമ്പ് വെള്ളം?
ചുണ്ണാമ്പ് വെള്ളത്തിനെയാണ് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളമെന്ന് പറയുന്നത്. ഇനി തെളിഞ്ഞിരിക്കുന്ന ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ കടത്തിവിടുകയാണെങ്കിൽ അതിൻ്റെ നിറം എന്തായിട്ട് മാറും? വെളുത്ത നിറമായിട്ട് മാറും. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമാവുന്നതിന് കാരണം, അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡിനെ കടത്തിവിടുമ്പോഴാണ് വെളുത്ത നിറം ഉണ്ടാകുന്നത്. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നുണ്ട്. ചുണ്ണാമ്പ് വെള്ളത്തിന് അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല, കെമിക്കൽ നെയിമാണ് ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ശ്വസനത്തിലെ വൈവിധ്യം. പല ജീവികളും ശ്വസിക്കുന്നത് പലതരത്തിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നെ അമീബയെ കുറിച്ചിട്ട് പഠിക്കാം. അമീബ എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. അമീബയിൽ എന്തില്ല? ശ്വസനാവയവം ഇല്ല. അപ്പം എങ്ങനെയായിരിക്കും അമീബ ശ്വസിക്കുന്നത്? അതായത് കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി മണ്ണിരയെ കുറിച്ചിട്ടാണ്. മണ്ണിരയുടെ ശ്വസനാവയവം എങ്ങനെയായിരിക്കും? ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. അതുകൊണ്ടാണ് മണ്ണിരകൾ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മണ്ണിര എപ്പോഴും നനവുള്ള മണ്ണിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നനവുള്ള മണ്ണിൽ മാത്രം കാണാൻ കാരണം എന്താണ്? ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഷഡ്പദങ്ങളെ കുറിച്ചിട്ടാണ്. ഷഡ്പദങ്ങളിൽ ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. എന്താണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം? എല്ലാ ഷഡ്പദങ്ങളുടെ ശരീരത്തിൻ്റെ വശങ്ങളിലായിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഇവയോട് ബന്ധപ്പെട്ട് എന്തുണ്ട്? നളികാജാലമുണ്ട്. ഈ നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. മത്സ്യത്തിൻ്റെ കാര്യം എടുത്താലോ? മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ചെകിളപ്പൂക്കളാണ്. ശകുലങ്ങൾ എന്ന് പറയും, ഗിൽസ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ചെകിളപ്പൂക്കൾ. അങ്ങനെ എങ്ങനെയായിരിക്കും മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്? വായയിലൂടെ അകത്തേക്കെടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു. അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വാ തുറന്ന് വെള്ളം അകത്തേക്കെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത്? ചിലയിനം മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചില മത്സ്യങ്ങൾ നേരെ മുകളിൽ വന്നിട്ട് വാ തുറന്ന് എന്ത് ചെയ്യുന്നത്? വെള്ളം അകത്തേക്ക് എടുക്കുന്നത്. ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. കൂടുതൽ സമയം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കരയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ മുഷി, വരാല്, ഈല് തുടങ്ങിയ മത്സ്യങ്ങൾക്ക് ഈ കഴിവുകളുണ്ട്. ഇനി അടുത്തതാണ് ഉഭയജീവി. ഉഭയജീവി ഏതാണ്? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ആരാണ്? നമ്മുടെ തവളയാണ്. കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയുമാണ് ശ്വസനം നടക്കുന്നത്. എങ്ങനെയാണ് ഉഭയജീവികൾ ശ്വസിക്കുന്നത്? കരയിലാകുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസകോശം വഴിയും, വെള്ളത്തിലാവുമ്പോഴോ ത്വക്കിലൂടെയുമാണ് ശ്വസനം നടത്തുന്നത്. ഇനി സസ്യങ്ങളിലെ ശ്വസനം എങ്ങനെയാണ്? സസ്യങ്ങൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് വാതക വിനിമയം നടത്തുന്നത്. അപ്പോൾ സസ്യങ്ങൾ എങ്ങനെയാണ് വാതക വിനിമയം നടത്തുന്നത്? ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നത് എപ്പോഴാണ് സസ്യങ്ങൾ? രാത്രി കാലങ്ങളിലാണ്. പകൽ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഓക്സിജനെ പുറത്തുവിടുകയും കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്ലാസ്സുകളിലായിട്ട് നമ്മളിത് പഠിച്ച കാര്യമാണ്. ഒന്നുകൂടി പറയാം. രാത്രി കാലങ്ങളിലാണ് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നത്. പകൽ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇനി സസ്യങ്ങൾ വാതക വിനിമയം നടത്തുന്നത് എന്ത് വഴിയാണ്? ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിലെ ശ്വസന നിരക്ക് കുറവാണ്. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം. എന്താണ് ശ്വസനം? ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന്
ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ശ്വസനമെന്ന് വിളിക്കാം. ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ. ശ്വാസവായു രക്തത്തിലേക്ക് എങ്ങനെ എത്തുന്നതെന്ന്. പരിസരത്തിൽ നിന്ന് വായു ശ്വാസകോശത്തിലെത്തുന്നു. അവിടെ നിന്ന് ഓക്സിജൻ എവിടേക്ക് എത്തുന്നു? രക്തത്തിലെത്തുന്നു. രക്തത്തിൽ നിന്ന് ഓക്സിജൻ എവിടേക്ക് എത്തുന്നു? കോശത്തിലെത്തുന്നു. കോശത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് രക്തത്തിൽ, അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശം തിരിച്ച് പരിസരത്തേക്ക് പോകുന്നു. അടുത്തത് മനുഷ്യ രക്തത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ രക്തത്തിൻ്റെ കളർ ഏതാണ്? ചുവപ്പ് നിറമാണല്ലേ. അപ്പം അതിന് ആ ചുവപ്പ് നിറം കൊടുക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണ വസ്തുവിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് കാരണം. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഇത്. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പങ്കുവഹിക്കുന്നു. അപ്പോൾ ഹീമോഗ്ലോബിനിലുള്ളത് എന്താണ്? ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് നമ്മൾ പറയൂ അല്ലേ. അപ്പോൾ ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഹീമോഗ്ലോബിൻ. ഇനി ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ്. അതിന് കാരണം ആരാണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. അപ്പം ഇത്രയും കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി മറ്റു ജീവികളിൽ എങ്ങനെയാണ് നടക്കുന്നത്? പദാർത്ഥ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ്? അതായത് ഷഡ്പദങ്ങളിൽ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത്. അവർക്ക് എന്തില്ല? ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചുവപ്പ്, അവരുടെ ദ്രാവകത്തിന് ചുവപ്പ് നിറമില്ല. പ്രത്യേകം ഒഴുകാനായിട്ടുള്ള കുഴലുകളും ഇല്ല. ഏകകോശ ജീവികളിൽ എങ്ങനെയായിരിക്കും പദാർത്ഥ സംവഹനം നടക്കുന്നത്? അവർക്ക് പ്രത്യേക സംവിധാനമൊന്നുമില്ല. കോശദ്രവ്യമാണ് ഇവിടുത്തെ സംവഹന മാധ്യമം. ഇനി ചുവന്ന വിയർപ്പ്, അതായത് ചുവന്ന തുള്ളികൾ, ചുവന്ന രക്തത്തുള്ളികൾ വിയർപ്പായിട്ട് വരുന്നത് ആരാണ്? ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, നമ്മൾ വിയർക്കുമ്പോൾ ചുവന്ന കളറിൽ ചുവന്ന രക്തത്തുള്ളികൾ വരുന്നത് ആർക്കാണ്? ഹിപ്പോപ്പൊട്ടാമസിനാണ്. ഈ പുറത്തേക്ക് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികൾ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത്. ബ്ലഡ് സ്വെറ്റ് എന്നാണ് പറയുന്നത്. ഏത് ജീവിയിലാണ് ഇങ്ങനെ നടക്കുന്നത്? ഹിപ്പോപ്പൊട്ടാമസിൽ. അതും ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ മേത്തുനിന്ന് വരുന്ന ഈ ചുവന്ന രക്തത്തുള്ളികൾ രക്തമാണോ? അല്ല. ഇതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞ്? രക്തവിയർപ്പ് എന്നാണ് പറഞ്ഞത്. ഇത് രക്തവുമല്ല വിയർപ്പുമല്ല. രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ട് താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണ് ഇത്. ഇത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലഡ് സ്വെറ്റ് അഥവാ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത്. ഇനി രക്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? അതായത് ചുവന്ന രക്തകോശങ്ങളുണ്ട്, വെളുത്ത രക്തകോശങ്ങളുണ്ട്, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവ ഭാഗവും ചേർന്നതാണ് രക്തം. എന്തൊക്കെ കാര്യങ്ങളാണ് രക്തത്തിലുള്ളത്? ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം. വെളുത്ത രക്തകോശങ്ങൾ 5 തരത്തിലുണ്ട്. പ്ലാസ്മയുടെ 90% എന്താണ്? ജലമാണ്. എന്താണ് രക്തപര്യന വ്യവസ്ഥ? അതായത് ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവ ഉൾപ്പെട്ടതാണ് എന്ത്? രക്തപര്യന വ്യവസ്ഥ. ഇനി ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. രക്തപര്യനം അഥവാ ബ്ലഡ് സർക്കുലേഷൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3 തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഏതൊക്കെയാണ്? സിരകൾ, ലോമികകൾ, ധമനികൾ. ഇത് 3മാണ് രക്തക്കുഴലുകൾ. ഇനി രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? രക്തപര്യന വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേഷൻ്റെ കേന്ദ്രം ഏതാണ്? നമ്മുടെ ഹൃദയമാണ്. രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. ഏതൊക്കെയാണ് രക്തപര്യന വ്യവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്? ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവ ഉൾപ്പെട്ടതാണ് രക്തപര്യന വ്യവസ്ഥ. ഇനി നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത നോക്കാം. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. നമ്മുടെ മനുഷ്യ ഹൃദയത്തിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? മുഷ്ടിയോളം വലിപ്പം. ഇപ്പം നമ്മുടെ കൈയുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പം. കുഞ്ഞു കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞു കുട്ടിയുടെ മുഷ്ടി, അതായത് കൈ ഒന്ന് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ വലിപ്പമാണ് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം. ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
വശങ്ങൾ ശ്വാസകോശങ്ങൾ പെരിക്കാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. എത്ര അറകളുണ്ട്? 4 അറകളാണുള്ളത്. എങ്ങനെയാണ്? പെരിക്കാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ഇനി മറ്റു ജീവികളുടെ ഹൃദയം എങ്ങനെയാണെന്ന് നോക്കാം. മണ്ണിരയ്ക്ക് എങ്ങനെയാണ്? 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. പാറ്റയ്ക്കാണെങ്കിലോ 13 അറകളുള്ള ഹൃദയമാണുള്ളത്. മത്സ്യത്തിന് 2 അറകളുള്ള ഹൃദയം, പല്ലി 3 അറകളുള്ള ഹൃദയം, മുതലയ്ക്കും കിളിക്കും എത്രയുണ്ട്? 4 അറകളുള്ള ഹൃദയമാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണെന്നുള്ളത്. എത്രയാണ്? 2. മനുഷ്യൻ്റെ എത്രയാണ്? 4. ഓർത്തിരിക്കുക കേട്ടോ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? ടെതസ്കോപ്പാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? ടെതസ്കോപ്പ്. ഇനി ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഇത് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. അത് ഓർത്തിരിക്കുക. ടെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്ക്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഹൃദയ താളം. നമ്മുടെ മനുഷ്യ ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാനായിട്ട് തുടങ്ങും. അതിൻ്റെ സ്പന്ദനം നിലയ്ക്കുന്നത് മരണത്തോടെ മാത്രമാണ്. സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എത്ര തവണ ഹൃദയം ഇടിക്കും? 72 തവണ ഹൃദയം സ്പന്ദിക്കും. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ദുശ്ശീലങ്ങളാണ് പുകവലി, മദ്യപാനമൊക്കെ. അമിതമായി കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദ്രോഗത്തിന് കാരണമാകുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് അമിതമായ കൊഴുപ്പ്. അപ്പോൾ 22 ദിവസം പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. അത് നിൽക്കുന്നത് എപ്പോഴാണ്? നമ്മൾ മരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിൽക്കുന്നത്. ശരാശരി എത്ര തവണ ഹൃദയം സ്പന്ദിക്കും? 72 പ്രാവശ്യം ഹൃദയം സ്പന്ദിക്കും. ഇനി നമ്മുടെ ഹൃദയത്തെ സ്പന്ദനത്തെ ഹൃദയ സ്പന്ദനത്തെ തകരാറിലാക്കുന്നത് ഏതാണ്? ദുശ്ശീലം ഏതാണ്? പുകവലിയും മദ്യപാനം, അതുപോലെ തന്നെ അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ലെസണിൽ കാണാം. ഓക്കെ, താങ്ക് യു.